ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുത്തെ പെൺപിള്ളേരുടെ പൾസ് മനസ്സിലാക്കാൻ കുറച്ച് പെൺകുട്ടികളെയും വിളിച്ച് ഷാർജ ഷേക്ക് കുടിക്കാൻ പോയി. ആരാകണമെന്ന ചോദ്യത്തിന് സംശയമൊന്നുമില്ലാതെ കുട്ടികൾ പറഞ്ഞു നേഴ്സ് ആകണമെന്ന്. പക്ഷെ കുട്ടികൾക്ക് കേരളത്തിലെ നേഴ്സല്ല ആകേണ്ടത്, യൂറോപ്പിലേക്കും പോകണ്ട, അവർക്ക് കൊറിയയിൽ പോയാൽ മതി. രാഹുൽ ചോദിക്കുന്നു, വൈ കൊറിയ? അത്ര നേരം സംസാരിച്ചതുകൊണ്ട് വൈബ് സെറ്റായതുകൊണ്ട് അവർ രാഹുലിനോട് ആ രഹസ്യം വെളിപ്പെടുത്തുന്നു. വി ആർ BTS ആർമി. കേരളത്തിലെ ഈ BTS ആർമിയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും 14,000 രൂപയുമായി BTSനെ കാണാൻ നാടുവിടാനൊരുങ്ങിയ സ്കൂൾ കുട്ടികളാണ്. കേരളത്തിലെ BTS ആർമി തങ്ങളുടെ K-pop ആരാധന വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ കണ്ണിൽ പരിഹാസമോ അവരുടെ ഇഷ്ടങ്ങളെ മോശമായി വിധിക്കുന്ന ഒരു നോട്ടം പോലുമോ ഉണ്ടായിരുന്നില്ല. വെറുപ്പ് പരത്താത്ത, സ്വയം അപകടപ്പെടുത്തുന്നതല്ലാത്ത K-pop, K-ഡ്രാമ ആരാധനയെ അനാവശ്യമായി ജഡ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാരസൈറ്റ് താരം ലീ സൺ ക്യുന്നിന്റെ അപ്രതീക്ഷിത മരണത്തോടെ ഇപ്പോൾ കൊറിയൻ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയരുന്ന ചർച്ച പക്ഷേ മറ്റൊന്നാണ്. കൊറിയൻ പോപ്പുലർ താരങ്ങളുടെയും സെലിബ്രിറ്റീസിന്റെയും ഇടയിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തെ ലോകം ഇപ്പോൾ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BTS നിരന്തരം അഡ്രസ് ചെയ്യുന്ന അതേ വിഷയം തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കൊറിയൻ സെലിബ്രിറ്റീസിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആരോഗ്യ പ്രവർത്തകരും സാംസ്കാരിക വിമർശകരും ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, മാനസിക ആരോഗ്യം തന്നെയാണ്. പാരസൈറ്റ്, സ്ലീപ്പ്, കിങ് മേക്കർ, എ ഹാർഡ് ഡേ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ ലോകപ്രസിദ്ധി നേടിയ ലീ സൺ ക്യുന്നിനെ കാറിനുള്ളിലാണ് ഡിസംബർ മാസം അവസാനം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലീ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. നിശാ ക്ലബിൽ വെച്ച് ലീ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന ആരോപണം വാർത്തകളിൽ നിറഞ്ഞതിന് പിന്നാലെയാണ് ഈ മരണവാർത്തയും എത്തുന്നത്. ലീയുടെ മരണത്തിന് മുൻപ് തന്നെ ശ്രദ്ധ നേടിയിരുന്ന ഒരു വിഷയമാണ് കൊറിയൻ വിനോദരംഗത്ത് കഴിഞ്ഞ 6 വർഷക്കാലമായി സെലിബ്രിറ്റി ആത്മഹത്യകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. ലീയുടെ മരണം വീണ്ടും ഈ വിഷയത്തെ കത്തിച്ചു നിർത്തുകയാണ്. നിശാ പാർട്ടിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന ആരോപണങ്ങളും തുടർന്നുണ്ടായ ക്രൂരമായ സൈബർ ആക്രമണവും എരിവും പുളിയും ചേർത്ത വാർത്തകളും നിയമ നടപടികളെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ ലീയെ ആശങ്കപ്പെടുത്തിയിരുന്നതായി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. ഡ്രഗ് ഉപയോഗത്തെ അതിശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ച് നേരിടുകയും സമൂഹത്തിൽ ഡ്രഗ്സിനെതിരെ ശക്തമായ മനോഭാവം നിലനിൽക്കുകയും ചെയ്യുന്ന കൊറിയ പോലൊരു രാജ്യത്ത് പ്രസിദ്ധിയിൽ നിന്നും താഴേക്ക് പതിക്കാൻ ലീ എന്ന താരത്തിന് ആ നിശാ പാർട്ടിയിലെ സംഭവം തന്നെ ധാരാളമായിരുന്നു. സൈബർ ആക്രമണവും ഫാൻസിന്റെ പ്രതീക്ഷയുടെ സമ്മർദ്ദവും കൊറിയൻ സെലിബ്രിറ്റികളെ വല്ലാത്ത വിഷാദരോഗത്തിലേക്കും സോഷ്യൽ ആങ്സൈറ്റിയിലേക്കും തള്ളിവിടുന്നതായി K-pop ഗായകൻ ജോങ് ഹ്യൂന്റെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുണ്ട്. 29 വയസ്സുകാരിയായ ദക്ഷിണ കൊറിയൻ ഗായിക ഹെയ്സു 2023 മെയ് മാസം ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് തൊട്ടുമുൻപുള്ള മാസമാണ് കൊറിയൻ ഗായകനും നടനുമായ മൂൺബിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതും ആത്മഹത്യ തന്നെയെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. 2021 ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് നടി സോങ് യു ജംഗിന്റെ മരണവാർത്ത എത്തുന്നത്. 26 വയസ്സിലാണ് പ്രശസ്തയായ ഈ നടി ആത്മഹത്യ ചെയ്യുന്നത്. ഇവരുടെ മരണകാരണം വ്യക്തമല്ലെങ്കിലും ഇതും ആത്മഹത്യ തന്നെയെന്നായിരുന്നു നിഗമനം. സോംബി ഡിറ്റക്റ്റീവിലൂടെ പ്രശസ്തി ആർജിച്ച 26-കാരിയായ നടി യുങ് ഷെയുളിന്റെ മരണകാരണവും പുറത്തു വന്നിട്ടില്ല. 2023 ഏപ്രിലായിരുന്നു ഇവരുടെ മരണം. എന്നിരിക്കലും യുങ് ഷെയുൾ ആത്മഹത്യ ചെയ്തതാണെന്ന സൂചന തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നിറഞ്ഞിരുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നാചുൽ, പാർക്ക് സ്യൂറൻ, സെല്ലി, കിം ജോങ് ഹുൻ, ഗുഹാര തുടങ്ങി 20കളുടെ പാതിയിലും 30കളുടെ തുടക്കത്തിലും നഷ്ടമായ പ്രതിഭകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സൗന്ദര്യത്തിന്റെയും പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും താരാരാധനയുടെയും ലോകം ഒറ്റനോട്ടത്തിൽ ഭ്രമിപ്പിക്കുന്നതെന്ന് തോന്നുന്നതെങ്കിലും അത് താരങ്ങളുടെ പലരുടെയും മാനസികാരോഗ്യത്തെ തകർക്കുന്നതും അവരെ വൾണറബിൾ ആക്കുകയും ചെയ്യുന്നതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഓരോ K-pop താരങ്ങളെയും ഗ്രൂപ്പുകളെയും സൃഷ്ടിക്കുന്ന കമ്പനികളുടെ വളരെ കർശനമായ നിയമങ്ങളും 15-16 മണിക്കൂറുകൾ നീണ്ട ജോലി സമയവും കൊറിയൻ സെലിബ്രിറ്റികളുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കഠിനമായ ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ കടന്നുപോയാണ് K-pop താരങ്ങൾ പലപ്പോഴും പേരെടുക്കുന്നത്. കുറച്ച് പ്രശസ്തി നേടിക്കഴിഞ്ഞാൽ പിന്നീട് താരങ്ങൾ ഒരു മാനേജ്മെന്റ് കമ്പനിയുമായി കരാറിലേർപ്പെടും. പല കമ്പനികളുടെയും വ്യവസ്ഥകൾ കർശനവുമായിരിക്കും. 2022 തങ്ങളുടെ പ്രശസ്തമായ വാർഷിക ഡിന്നറിൽ BTS ലീഡർ RM K-pop താരങ്ങൾ നേരിടുന്ന സമ്മർദ്ദത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വളരാൻ സമയം തരുന്നില്ലെന്നതാണ് കഠിനമായ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സദാ നിങ്ങൾ സംഗീതം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നാം പെർഫോം ചെയ്യണം. നമുക്ക് വളരാനുള്ള സമയം ലഭിക്കുന്നില്ല. ഒരിക്കൽ വിഭജിക്കപ്പെടുകയും
പിടിച്ചടക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്ത കൊറിയ ഇന്നീ കാണുന്ന വിധത്തിൽ ഉയർന്നു വന്നതിന് പിന്നിൽ മനുഷ്യരുടെ ഭീകരമായ അധ്വാനമുണ്ടെന്ന് RM പറയുന്നു. കൊറിയയിലെ ജീവിതം സമ്മർദ്ദം നിറഞ്ഞതാണെന്നും വെസ്റ്റിലുള്ളവർക്ക് ഇത് മനസ്സിലാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാകും വളരെ സ്പെഷ്യലായി BTS മാനസികാരോഗ്യത്തെ അഡ്രസ് ചെയ്യുന്നതും. ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ശരീരത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും അഴകളവുകളുടെ കൃത്യതയെക്കുറിച്ചുമൊക്കെ ആകുലപ്പെടാതെ മുഖപേശികളുടെ കൃത്യതയെക്കുറിച്ചും ചർമ്മത്തിന്റെ ഗ്ലാസ് ഗ്ലോയെക്കുറിച്ചും സദാ ഓർത്തുകൊണ്ടിരിക്കാതെ കൊറിയൻ സെലിബ്രിറ്റികളാകാൻ യാതൊരു വഴിയുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. ഒരു K-pop ഗായകന് അല്ലെങ്കിൽ ഗായികയ്ക്ക് 14 മുതൽ 16 മണിക്കൂറുകൾ വരെ ജോലിയോ പരിശീലനമോ കാണും. ആരാധകരുമായി ഇടപഴകുന്നതിനും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നതിനും എങ്ങനെ പെരുമാറണമെന്നതിനും ഏതെല്ലാം ഭാഷ പഠിക്കണമെന്നതിനും വരെ ഏജൻസികളുടെ സമ്മർദ്ദമുണ്ടാകും. സൗന്ദര്യത്തിന് യാതൊരു ഇടിവും തട്ടാതിരിക്കാൻ നല്ല സ്കിൻ കെയർ ചെയ്യണം, ആളുകൾക്ക് മുമ്പിൽ സദാ ചിരിച്ചിരിക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് സെലിബ്രിറ്റികൾക്ക് നൽകുന്നത്. ബോഡി ഇമേജ് അഥവാ ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന്റെ സമ്മർദ്ദം നന്നായി അനുഭവിക്കുന്നവരാണ് K-pop താരങ്ങൾ. മെലിഞ്ഞ് തിളങ്ങുന്ന ചർമ്മത്തോടെയാകണം അവർ ഫാൻസിന് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. എല്ലാവരുടെയും ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എന്ന ഇമേജ് നിലനിർത്തേണ്ടതിനാൽ K-pop താരങ്ങളെ ഡേറ്റിംഗിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. കമ്പനികളിൽ നിന്ന് താരങ്ങൾ നേരിടുന്ന സമ്മർദ്ദം പല താരങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത K-pop താരമായ കാങ് ഡാനിയൽ താൻ 2019 ഒരു ഇടവേള എടുക്കാനുള്ള കാരണമായി പറഞ്ഞത് സമ്മർദ്ദം താങ്ങാനാകാതെ തനിക്കുണ്ടായ പാനിക് ഡിസോർഡറാണ്. താൻ K-pop താരമാകുന്നതിന് മുൻപുള്ള ഒരു ട്രെയിനി കാലത്ത് താനും ഒപ്പമുള്ളവരും നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് ഇയോഡിയാസ് എന്ന യുവഗായിക BBC ന്യൂസിനോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ശരീരഭാരം 47 കിലോയിൽ കൂടാൻ പാടില്ല എന്നാണ് ട്രെയിനികൾക്കുള്ള നിയമമെന്നും ഓരോ ആഴ്ചയും നമ്മുടെ ശരീരഭാരം ട്രെയിനർ ചെക്ക് ചെയ്യുകയും ഭാരം പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്യുമെന്നും ഇവർ പറയുന്നു. ശരീരഭാരം 47 കിലോയിൽ കൂടിയാൽ നൽകുന്ന ഭക്ഷണം കുറയ്ക്കുമെന്നും പട്ടിണിക്കിടുമെന്നും വരെ അവർ അഭിമുഖത്തിൽ പറഞ്ഞു. ആരാധകരുടെ പ്രതീക്ഷയുടെ സമ്മർദ്ദം K-pop താരങ്ങളെ തെല്ലൊന്നുമല്ല ബാധിക്കുന്നത്. തങ്ങൾ പിന്തുണയ്ക്കുന്ന താരങ്ങൾ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടാനായി വല്ലാത്ത മത്സരമാണ് ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത്. സദാ ഫാൻസ് താരങ്ങളെ ജഡ്ജ് ചെയ്യും. അവർക്കിഷ്ടമല്ലാത്ത നിലപാടെടുത്താൽ പിന്നെ ക്രൂരമായ സൈബർ അതിക്രമമായിരിക്കും. നോ ബ്രാ ക്യാമ്പയിനെ പിന്തുണച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട K-pop താരങ്ങളായ ഗുഹാരയും സല്ലിയും വളരെ ക്രൂരമായ സൈബർ അതിക്രമം നേരിട്ടിരുന്നു. ആഴ്ചകളോളം സൈബർ ലോകം ഇവരെ പിന്നാലെ നടന്ന് വിമർശിക്കുകയും സ്ലക്ഷയും ചെയ്യുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് 2 താരങ്ങളും ജീവനോടെയില്ല. ദിവസങ്ങളുടെ ഇടവേളയിൽ ഇരുവരും ആത്മഹത്യ ചെയ്തു. മേൽപ്പറഞ്ഞവ മാത്രമാണ് കൊറിയൻ വിനോദരംഗത്തെ ആത്മഹത്യകളുടെയും വിഷാദരോഗങ്ങളുടെയും കാരണമെന്ന് വിധിക്കാൻ സാധിക്കില്ല. ഒന്നിന് പിന്നാലെ ഒന്നായുള്ള കൊറിയൻ സെലിബ്രിറ്റി ആത്മഹത്യകൾക്ക് പിന്നാലെ കൊറിയൻ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ ഡയറക്ടർ പൈക് ജോങ് വു പറഞ്ഞത് സെലിബ്രിറ്റി ആത്മഹത്യകൾ നിയന്ത്രിക്കാൻ കൊറിയൻ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായെന്നാണ്. തങ്ങൾ സദാ ആളുകളുടെ പ്രീതി നേടണമെന്നും അവരെ എന്റർടൈൻ ചെയ്യണമെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ കാലക്രമേണ കൊറിയൻ താരങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് K-pop താരങ്ങൾക്കിടയിൽ സോഷ്യൽ ആങ്സൈറ്റി വർദ്ധിക്കുന്നതായി പൈക്ക് ചൂണ്ടിക്കാട്ടുന്നു. ഫാൻസ് ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം സദാചാര മൂല്യങ്ങൾ കർശനമായി പാലിക്കാൻ താരങ്ങളെ നിർബന്ധിതരാക്കുന്നു. നിശാ പാർട്ടിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ ലീ സൺ ക്യുനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ലിയെ ചികിത്സകൾക്ക് വിധേയനാക്കാനും ഭരണകൂടത്തിന് അവകാശവും ഉത്തരവാദിത്വവുമുണ്ട്. എന്നിരിക്കലും ലിയുടെ പിന്നാലെ നടന്ന സൈബർ ആക്രമണം നടത്താനും താരവിഗ്രഹം തകർന്നെന്ന തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിംഗും പത്രങ്ങളുടെ അതീവ സെൻസേഷണലൈസ് ചെയ്ത റിപ്പോർട്ടിംഗും ക്രൂരമായി പോയെന്ന് ലീയുടെ മരണത്തിന് പിന്നാലെ ലിയെ സ്നേഹിച്ചിരുന്ന നിരവധി നെറ്റിസൺസ് സോഷ്യൽ മീഡിയയിൽ എഴുതി. ഫാൻ ഫൈറ്റുകളുടെയും അമിത സമ്മർദ്ദത്തിന്റെയും ശരീരത്തെക്കുറിച്ചുള്ള ആകുലതകളുടെയും അപകർഷതാബോധത്തിന്റെയും കഠിന മത്സരത്തിന്റെയും തീച്ചൂളയിൽ വേഗാതിരിക്കാൻ സ്വയം ഒന്ന് സ്നേഹിച്ചു നോക്കാൻ BTSന്റെ അതിപ്രശസ്തമായ സംഗീതം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. I am the one I should love in this world. Shining me, precious soul of mine. I finally realized, so I love me. Not so perfect, but so beautiful. I am the one I should love.